ഇവിടെ കൊടുത്തിട്ടുള്ള സ്ലൈഡ് നിങ്ങൾക്ക് കാണാം. അതിനകത്ത് ആദ്യത്തെ ഒരു പിക്ചർ ഉണ്ട്, തൊപ്പിയും താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരാൾ, അതിന് തൊട്ടിപ്പുറത്ത് കാവ്യ വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരാൾ, അതിന്റെ തൊട്ടിപ്പുറത്ത് വെള്ള കൊന്തയൊക്കെ ഇട്ടിട്ട് വെള്ളയും ഇട്ടിട്ടുള്ള ഒരാൾ, അതിന്റെ തൊട്ട് അടുത്ത പിക്ചറിൽ ഒരു 3 കുട്ടികൾ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ പ്രധാന മതങ്ങളുടെ ചിഹ്നങ്ങളൊക്കെ ആയിട്ട് ഒരു 3 കുട്ടികൾ നിൽക്കുന്നുണ്ട്. ഏതാണ്ട് സെക്യുലറിസം എന്താണ് എന്ന് ഇന്ത്യയിൽ ചോദിച്ചു കഴിഞ്ഞാൽ സെക്യുലറിസം എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് സത്യത്തിൽ ഇതൊക്കെ. ഇനി അതിന്റെ തൊട്ട് താഴെയുള്ള റോയിലേക്ക് വരികയാണെങ്കിൽ ഒരു സെക്യുലർ സ്റ്റേറ്റിന്റെ പാർലമെന്റിന്റെ പണി തുടങ്ങുന്ന ദൃശ്യമാണ് അവിടെ കാണുന്നത്. ഒരു മതത്തിന്റെ ആചാരപ്രകാരം വെടിവെപ്പും വെടിവഴിപാടും എന്തൊക്കെയാണ് പൂജയൊക്കെ ആയിട്ട് ഒരു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ പാർലമെന്റിന്റെ പണി തുടങ്ങുകയാണ്. അതിന്റെ തൊട്ടിപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന രാജ്നാഥ് സിംഗ്, പുള്ളിക്കാരൻ എന്തോ ജെറ്റിന്റെ ദീർഘായുസിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കലാപരിപാടികൾ ചെയ്യുന്നതാണ്. അതിന്റെ ടയറിൽ എന്തോ നാരങ്ങയൊക്കെ ഇരിക്കുന്ന കാണാം. സത്യത്തിൽ ഈ നാരങ്ങയൊക്കെ ഇല്ലെങ്കിൽ തെണ്ടി പോകാൻ കേട്ടോ. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ഇടയ്ക്ക് ഒരു നാരങ്ങ വെള്ളം കുടിക്കുന്നത് മുടങ്ങും, അതിനപ്പുറത്തോട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ മറ്റു ചില ആളുകളുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നരേന്ദ്രപ്രസാദ് ആകുന്ന ചില ആളുകളുണ്ട്. അതുപോലെ പണ്ട് ഞങ്ങളുടെ പുസ്തകത്തിനകത്ത് ഇരുമ്പ് പറക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കണ്ടില്ലേ ഇരുമ്പ് പറക്കുന്നത് കണ്ടില്ലേ, അപ്പൊ ശാസ്ത്ര സത്യമല്ലേ ഞങ്ങളുടെ പുസ്തകം, ഇതൊക്കെയാണോ ഈ പുസ്തകത്തെയാണോ നിങ്ങൾ വിമർശിക്കുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇങ്ങനെ വെളുപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. പക്ഷെ വാസ്തവത്തിൽ നമുക്ക് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ സൈക്കിൾ മുതൽ സ്പേസ് ജെറ്റ് വരെ പറക്കണം എന്നുണ്ടെങ്കിൽ നാരങ്ങ വേണം. അതിന് ആ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്.